മക്കളെ കാണുമോ ഹിന്ദുവിൽ പോയാലും ബന്ധങ്ങൾ വേർപെടാതെ ഓർക്കണം എപ്പോഴും. ബഹുമാനപ്പെട്ട പ്രൊഫസർ തോമസ് കുട്ടി സർ, വിധികർത്താക്കളെ, മാതാപിതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ പ്രസംഗ മത്സരത്തിന്റെ വിഷയം UK KCYLന്റെ പ്രസക്തി എന്നത് UK-യിലെ ഓരോ KCYL അംഗങ്ങൾക്കും വളരെ വിലപ്പെട്ട ഒന്നാണ്. ഇതെന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഞാൻ ആരംഭത്തിൽ പാടിയ നമ്മുടെ പുരാതന പാട്ടിന്റെ വരികൾ AD 345-ൽ എസ്രാ തുറമുഖത്ത് വെച്ച് നമ്മുടെ പൂർവികർക്ക് ലഭിച്ച സന്ദേശമാണ്. ഇതിന്റെ അർത്ഥം UK-യിലോ US-ലോ മാത്രമല്ല, ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും ജ്ഞാനായക്കാരായ നമ്മൾ തമ്മിലുള്ള ബന്ധം ഒരു കാരണവശാലും വേർപിരിയരുതെന്ന്. ഇതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് KCYL എന്ന സംഘടന. 1969 നവംബർ 16-ാം തീയതി രൂപീകൃതമായ KCYL എന്ന സംഘടന കേരളത്തിൽ ഏറ്റവും ആദ്യം ഉദ്ഘാടനം ചെയ്ത കത്തോലിക്ക യുവജന സംഘടനയാണ്. നമ്മുടെ ജ്ഞാനായ സംഘടനകൾ ഇത്രയും ശക്തമായി പ്രവർത്തിക്കുകയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങൾ അതുപോലെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ KCYL അതിന് മുഖ്യ പങ്കാളിത്തം വഹിക്കുന്നു. മാതൃ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ പങ്കാളികളാവുകയും ചുറുചുറുക്കോടെ ഓടി നടന്ന് കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാനും KCYLന് സാധിക്കുന്നു. UK KC കൺവെൻഷന്റെ റാലി, കലാപരിപാടികൾ എന്നിവയെല്ലാം കൂടുതൽ നയന മനോഹരമാക്കുവാനും KCYL അശ്രാന്ത പരിശ്രമം നടത്തുന്നു. എന്നാൽ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. KCYL-ൽ പ്രവർത്തിക്കാത്ത ഒരു വ്യക്തിയോട് തങ്ങൾ ഒരു ജ്ഞാനായക്കാരൻ അല്ലെങ്കിൽ ഒരു ജ്ഞാനായക്കാരിയായി അഭിമാനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും നെറ്റിച്ചുളിക്കും. അത് അവരുടെ ആത്മീയത പോലുമാണ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, if there is a will, there is a way. അതായത് മനസ്സ് വെച്ചാൽ എന്തും സാധിക്കാവുന്നത്. പക്ഷെ ഈ പഴഞ്ചൊല്ലിനെ വെല്ലുന്ന ഒന്നാണ് നമ്മുടെ ജ്ഞാനായത്വം. കാരണം ജ്ഞാനായക്കാരനല്ലാത്തൊരു വ്യക്തി എത്ര ശ്രമിച്ചാലും ജ്ഞാനായക്കാരനാകുക എന്നത് അസാധ്യമാണ്. അതേസമയം ഏത് രാജ്യത്തിന്റെ പൗരത്വമോ പ്രസിഡന്റ് പദവി വരെയോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് സ്ത്രീക്ക് പുരുഷനോ പുരുഷന് സ്ത്രീയോ വരെ ആയി മാറുവാൻ സാധിക്കുന്നു. എന്നാൽ ജന്മം കൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് ജ്ഞാനായക്കാരനോ ജ്ഞാനായക്കാരിയോ ആകുവാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഗൗരവമുള്ള വിഷയങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് KCYL-ന്റെ ചർച്ചകളിലൂടെയാണ്. അതേസമയം KCYL-ൽ പങ്കെടുക്കാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും? അങ്ങനെ KCYL-ലൂടെ സംഘടനാപരമായി നമ്മൾ വളരുന്നു. KCYL-ലൂടെ സംഘടനയെ മാത്രമല്ല സമൂഹത്തെയും വളർത്തുവാൻ സാധിക്കുന്നു. UK പോലുള്ള രാജ്യങ്ങളിൽ പ്രായമായ അപ്പച്ചമാരും അമ്മച്ചിമാരും താമസിക്കുന്ന നഴ്സിംഗ് ഹോമുകളിൽ ക്രിസ്മസ് സമയത്ത് KCYL അംഗങ്ങൾ പോയി അവരെ കാണുകയും ക്രിസ്മസ് ആശംസകളും സമ്മാനങ്ങളും നൽകുകയും ചെയ്യുന്നു. ഇതിലൂടെ ഈ കാരണവന്മാർക്ക് ക്രിസ്മസ് ദിനങ്ങളിൽ ആരെങ്കിലും ഒക്കെ സ്നേഹിക്കുവാനുണ്ടല്ലോ എന്ന പ്രതീതി അവരിൽ ഉളവാകുന്നു. കഴിഞ്ഞ വർഷം ഹേറ്റിയിൽ നിർഭാഗ്യകരമായ ഭൂമികുലുക്കം ഉണ്ടായപ്പോൾ അതിൽ ദുരിതം അനുഭവിച്ച ജനങ്ങൾക്ക് ഒരല്പം ആശ്വാസം ലഭിക്കുന്നതിനായി KCYL ഉണർന്ന് പ്രവർത്തിക്കുകയും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുകയും ചെയ്തു. അങ്ങനെ മരുഭൂമിയിലെ മരുപ്പച്ച പോലെ KCYL സമൂഹത്തിന് വേണ്ടി ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നു. KCYL